मुझे बचाओ! अयो! मुझे मार डाला! ക്ഷമിക്കൂ ബാലു, പരിമിതികളുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിലും ഞാൻ എന്റെ പല്ലും നഖം ഉപയോഗിച്ച് ആ നിധി കുംഭം വീണ്ടെടുത്തു വരും. എന്തെങ്കിലും ഒരു നിധി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എന്റെ ജീവിതം തുടങ്ങിയത്. അല്ല, അതെനിക്കറിയാം. ബാലു എന്താ അങ്ങനെ സംസാരിക്കുന്നത്? എല്ലാ നിധികളെക്കാളും മേലെയാണ് ബാലുവിന്റെ വ്യക്തിത്വം. സ്വാതന്ത്ര്യ സമര സേനാനി ശങ്കര മേനോന്റെ ഈ മകൻ അങ്ങനെ ആവാനേ ഒക്കൂ. മേനോൻ സർ എന്റെ എല്ലാമായിരുന്നു. രാഷ്ട്രീയത്തിന്റെ അക്ഷരമാലകൾ എന്നെ പഠിപ്പിച്ച മഹാൻ ഉണ്ണിക്കുറുപ്പേ എന്ന് അദ്ദേഹം എന്നെ തികച്ചു വിളിച്ചിട്ടില്ല. വാത്സല്യം, വാത്സല്യത്തിന്റെ മൂർത്തി മദ്ഭാവം അതായിരുന്നു. അപ്പോഴേ ഞാനൊന്ന് പുറത്തോട്ടിറങ്ങാ. അല്ല, പോയോ? നെറുകേടാ ഞാൻ കാണിച്ചത്. പല പല രാഷ്ട്രീയ തിരക്കുണ്ടായിരുന്നെങ്കിലും ബാലുവിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ജോലി അതൊരു പ്രശ്നമല്ല. CM-നും എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഞാൻ കമ്പയറിച്ചു കഴിഞ്ഞു. എംപ്ലോയ്മെന്റ് ബാലഗോപാലൻ സഡൻലി. സംശയിക്കേണ്ട, മറുപടി വന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് തലസ്ഥാനത്ത് പോകും. തിരിച്ചു വരുന്നത് ഓർഡർ കൊണ്ടായിരിക്കും, എംപ്ലോയ്മെന്റ് ഓർഡർ. എങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായിരുന്നു. ബാലു, ഉണ്ണിക്കുറുപ്പാണ് ഈ പറയുന്നത്. ബാലു, നമുക്ക് ഈ വഴി പോവാം. എന്തിന്? ഒരു 5 മിനിറ്റ്. എന്തിന്? അതായത് വേറൊന്നുമല്ല, എന്റെ മോളില് സുകേഷിന് 10ാം ക്ലാസ് പഠിക്കുന്നേ, അവൾക്ക് ഇംഗ്ലീഷിൽ ഒരു സംശയം. ബാലുവേട്ടനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. സംശയമൊക്കെ അവളെ പഠിപ്പിക്കുന്നവരോട് ചോദിച്ചാ പോരെ? അവർക്കൊന്നും അറിയില്ല. അത്ര വലിയ സംശയമാണെങ്കിൽ എനിക്കും അറിയാൻ പാടായിരിക്കും. അങ്ങനെ പറയരുത്, ഒന്ന് ശ്രമിച്ചു നോക്കാം. ബാലുവിന് അറിയാലോ, എനിക്കാകെ ഉള്ളത് ഒരു മോളാ. അതിന് കരയുന്ന എന്തിന്? ഞാനൊരു അച്ഛനായി പോയില്ലേ. വരൂ ബാലു, എതിര് പറയരുത്. നല്ല പണിയായി പോയി. സാറിനെ കാത്തുകാത്തുന്ന എന്റെ കച്ചവടം വെള്ളത്തിലായി. ക്ഷമിക്കൂ ഉത്തമ. ഉത്തമൻ വാ, വീട്ടിലേക്ക് വാ. വീട്ടിൽ നിന്നല്ലേ ഞാൻ വരുന്നത്. ഉറുപ്പേട്ടൻ പ്രശ്നം എന്താ വെച്ചാ പറ. ഉത്തമൻ വാ. പ്രശ്നം പറയുന്നേ. അത് ബാലു എനിക്ക് ടിക്കറ്റ് എടുത്തന്നെ. ടിക്കറ്റ് എന്റെ കാശല്ലേ? കാശ് എന്തിനാ? ഇതെന്റെ ഒരു പതിവാ. ദിവസേന പുതിയ പുതിയ ആളുകളെ കൊണ്ട് ഓരോ ടിക്കറ്റ് എടുപ്പിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. സമ്മാനം മോഹിച്ചിട്ടല്ല, ഞാൻ നമ്പർ പോലും നോക്കാറില്ല. ഇതെന്റെ ഒരു ഹോബിയാ, വളരെ വിചിത്രമായ ഹോബി. അല്ലേ ബാലു? ടിക്കറ്റ് എടുത്തേ, എടുക്കൂ, കൊടുക്കൂ. ദൈവത്തിൽ അഞ്ചു കൊണ്ട് വെച്ചോളൂ. ഓ, ഒരു കാര്യം ഞാനങ്ങ് മറന്നു. ഇന്ന് പഞ്ചായത്തിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് ഉള്ള ദിവസാ. സോറി ബാലു, നമുക്ക് പിന്നെ കാണാം. ബാലു, ബാലു, സത്യമാണോ? സത്യമാണോ ബാലു? ഞാൻ കേട്ടത് സത്യമാണോന്ന്? ഇയാൾ എന്താ കേട്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ ആ ഊപ്പ പഞ്ചായത്തിന് നിന്റെ കൈകൊണ്ടൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കൊടുത്തോ? എന്റെ കർത്താവെ, ചതിച്ചു, അടിച്ചു. ആ ദ്രോഹിക്ക് 50,000 രൂപ അടിച്ചു. അടിച്ചടാ, അടിച്ചു. ബാലു, ജോത്സ്യം പറഞ്ഞ അലഭ്യ ഫലിച്ചടാ. തനിക്ക് കിട്ടേണ്ട ഭാഗ്യം പ്രസിഡന്റ് കൊണ്ടുപോയി. താനെടുത്ത ടിക്കറ്റിനാ രൂപ അടിച്ചത്. അമ്മച്ചി, എനിക്ക് തിരുവെള്ളം ഉടനെ കിട്ടിയില്ല. ഞാനിപ്പോ തളർന്നു വീഴും. നാടാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാ. ജനിച്ച അന്ന് മുതൽ ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുള്ളവനാണ് ഞാൻ. പക്ഷെ ഈ ടിക്കറ്റിന്, ബാലു എനിക്ക് എടുത്തു തന്നിട്ടുള്ള ഈ ടിക്കറ്റിന് ഞാൻ ആദ്യമായി സമ്മാനം നേടി. രൂപ 50,000 ഒത്തത്. അങ്ങനെയും സംഭവിച്ചുകൂടായികയില്ല. പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്ര തന്നെ ആയിരുന്നു. ഈ ബാലു ഒരു ദിവസം ടൗണിൽ പോയപ്പം ഏതോ ഒരു വീട്ടിൽ കയറി കുറച്ച് വെള്ളം ചോദിച്ചു. SSLCക്ക് 3ഓ 4ഓ തവണ തോറ്റ ഒരു പെൺകുട്ടി ആ വെള്ളം കൊടുത്തേ. അത്ഭുതം, ആ കുട്ടി 1st ക്ലാസ് പാസ്സായി. വേറൊരു ദിവസം നമ്മുടെ മൂലംകുഴി പാലത്തിനക്കരെ ഒരു വഴിപോക്കൻ തളർന്നു വീണു. ബാലു അയാളുടെ കൈക്ക് പിടിച്ച് ഇക്കരെ എത്തിച്ചു. അതോടെ അയാളെ ക്ഷീണവും പോയി, തളർച്ചയും മാറി. പിന്നീടല്ലേ വിവരം അറിയുന്നത് അങ്ങേർക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പരിശോധിച്ചപ്പം എല്ലാം മാറി, അയാൾ സുഖപ്പെട്ടിരിക്കുന്നു. ഓഹോ, വറ്റി വരണ്ട ഒരു പുഴ. ബാലു അതുവഴി ഒന്ന് നടന്നതേ ഉള്ളൂ.
അടുത്ത നിമിഷം ആ പുഴ കര കവിഞ്ഞൊഴുകി. ഇതുപോലെ 100 സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ഞാൻ ഗുരുക്കളെ കാണാമെന്ന് മറ്റൊന്നിനല്ല, ബാലുവിന് എനിക്ക് വേണം, അവൻ എന്റെ പരിധി കിട്ടണം. അതിനെന്താ വഴി? ഉദ്ദേശം മനസ്സിലായില്ല. അവന്റെ സാമീപ്യത്തിന് വേണ്ടി, അവന്റെ ഒരു തലോടലിന് വേണ്ടി ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് ബാലുവിനെ എങ്ങനെ അടർത്തിയെടുക്കാൻ സാധിക്കും? ഏത് എന്തിന്? അത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബാലുഭാഗ്യം എനിക്ക് മാത്രം അനുഭവിക്കാൻ അതിനെന്തെങ്കിലും ഒരു കുറുക്കു വഴി. ആഭിചാരക്രിയകൾ ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദിയല്ല ഞാൻ. അല്ല, ഞാൻ താങ്കൾക്ക് പോകാം. തെറ്റിദ്ധരിക്കരുത്. ബാലുവിനെ നാട്ടുകാരിൽ നിന്ന് രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവന്റെ വീട്ടുമുറ്റത്തും പറമ്പിലും ആളുകൾ തടിച്ചുകൂടിയിരിക്കുക. അവനൊന്ന് പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ലാന്ന്. അതൊന്നും എനിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ല.